നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ പവർ സീരീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്സ് ആണ് പറഞ്ഞു നിർത്തിയത്. കോംപ്ലക്സ് അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയാണ് പവർ സീരീസ്. അതിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ്, അനാലിറ്റിസിറ്റിയുടെ ടേമിൽ പവർ സീരീസ് എങ്ങനെയാണ് പറയുന്നത് തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ മെയിൻലി ഒരു കോംപ്ലക്സ് അനാലിസിസിൽ നമ്മൾ അനാലിറ്റിക് ഫംഗ്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ടോട്ടലി ഡിസ്കഷൻ പോകുന്നത്. അതിൽ അനാലിറ്റിക് ഫംഗ്ഷൻ പറഞ്ഞു, പവർ സീരീസ് ഇൻ ടേംസ് ഓഫ് അനാലിറ്റിക് ഫംഗ്ഷൻ പറഞ്ഞു. ഇനി അനാലിറ്റിസിറ്റിയുടെ ഒരു ഫെയിലിയർ വരുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സിംഗുലാരിറ്റി. നമുക്കൊരു ഫംഗ്ഷൻ സിംഗുലാരിറ്റി പറയുന്നത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. നമുക്കൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നു കരുതുക, എഫ് ഫ്രം ഡി. എഫ് എന്നുള്ളത് സിയുടെ ഡൊമൈൻ സബ്സെറ്റ് ആയിട്ടുള്ള ഡി എന്നുള്ള ഡൊമൈനിൽ നിന്ന് സിയിലേക്കുള്ള ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഡയറക്റ്റ് ആയിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു എ റേസ് ടു സെഡ് ഹാസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി അറ്റ് സെഡ് ഈസ് ഈക്വൽ ടു 0. ഇ റേസ് ടു സെഡ് z ഈസ് ഈക്വൽ ടു 0. ഇ റേസ് ടു സെഡ് എല്ലാ പോയിന്റിലും അനാലിറ്റിക് ആണ്, എൻറ്റയർ ഫംഗ്ഷൻ ആണ്. സോ ഓപ്ഷൻ എ എന്താണ്? ഫാൾസ് ആണ്, ട്രൂ അല്ല. സെക്കൻഡ് ഓപ്ഷൻ, the function f of z is equal to e raised to 1 by z has an isolated essential singularity at z is equal to 0. e raised to 1 by z ന് z is equal to 0 ല് ഐസൊലേറ്റഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ആണ്. e raised to 1 by z നെ സീരീസ് എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് 1 plus 1 by 1 factorial z 1 by 2 factorial z square. ലോറൻസ് സീരീസിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് പ്രിൻസിപ്പൽ പാർട്ടിൽ വരും. സോ ഐസൊലേറ്റഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ആണ്. The function f of z is equal to 1 by z into z square plus 4 has a isolated essential singularity at z is equal to 0. 1 by z into z square plus 4 ആണ് പറയുന്നത്. z into z square plus 4 സി. അതിന്റെ സിംഗുലാരിറ്റി പറയുന്നത് ഇവിടെ ആരാണ്? z is equal to 0 ആണ്. z is equal to 0 എന്നുള്ളത് സിംഗുലാരിറ്റി ആണ്, പക്ഷെ സിംഗുലാരിറ്റി ഓഫ് പോൾ ആണ്, പോൾ ഓഫ് ഓർഡർ 1 ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓൾറെഡി ബി ട്രൂ ആണെന്ന് പറഞ്ഞു, ആൻഡ് സി ഈസ് ഓൾസോ ഫാൾസ്, ആൻഡ് ഡി ലാസ്റ്റ് ഓപ്ഷൻ കൂടി നമുക്കൊന്ന് അനാലിസിസ് നടത്താം. ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഇക്വൽ ടു സൈൻ സെഡ് ബൈ സെഡ്. പ്രീവിയസ് മറ്റൊരു എക്സാമ്പിൾ നമ്മൾ കണ്ട സാധനം തന്നെയാണ്, സൈൻ സെഡ് ബൈ സെഡ്. സെഡ് ഈസ് ഇക്വൽ ടു 0, റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഒബ്സർവ് ചെയ്തു, എക്സാമ്പിൾ ആയിട്ടും പറഞ്ഞു. സോ വിച്ച് ഈസ് ഓൾസോ ഫാൾസ്. ഹിയർ നമ്മളോട് പറയുന്നത് ഐസൊലേറ്റഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്നുള്ളതാണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ ഫാൾസ്. ഓക്കെ, സോ നമ്മൾ ഒരു ലോറൻസ് സീരീസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. സിംഗുലർ പോയിന്റിന് അറൗണ്ട് ആയിട്ട് നമുക്കൊരു സീരീസ് എക്സ്പാൻഷൻ പോസിബിൾ ആണ്. ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് ലോറൻസ് സീരീസ്. അതിൽ നമ്മൾ രണ്ട് ഡിഫറെന്റ് പാർട്ടുകളായിട്ട് പറഞ്ഞു. ഒന്ന് 1 by z മൈനസ് z നോട്ടിന്റെ പവറുകൾ വരുന്ന പാർട്ടും ഒന്ന് z മൈനസ് z നോട്ടിന്റെ പവറുകൾ വരുന്ന പാർട്ടും. അപ്പൊ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതാണെങ്കിൽ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an z മൈനസ് z നോട്ട് പവർ n പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി a മൈനസ് n z മൈനസ് z നോട്ട് പവർ മൈനസ് n എന്നുള്ള രൂപത്തിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അതായത് 1 by z മൈനസ് z നോട്ടുകളുടെ പവർ വരുന്ന പാർട്ട്, അതേപോലെ z മൈനസ് z നോട്ടുകളുടെ പവർ വരുന്ന പാർട്ട്. അതിൽ ഈ പാർട്ടിനെ നമ്മൾ പറയും അനാലിറ്റിക് പാർട്ട് ഓർ റെഗുലർ പാർട്ട്, ആൻഡ് ദിസ് പാർട്ട് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ പാർട്ട് ഓർ മറ്റൊരു പേരാണ് സിംഗുലർ പാർട്ട്. സോ ഒരു ലോറൻസ് സീരീസിന് രണ്ട് പാർട്ടുകളാക്കിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് അനാലിറ്റിക് പാർട്ടും മറ്റൊന്ന് പ്രിൻസിപ്പൽ പാർട്ടുമായിട്ട്. പ്രിൻസിപ്പൽ പാർട്ട് 1 by z മൈനസ് z നോട്ടിന്റെ പവറുകളുടെ വരുന്ന ടേമുകൾ, അതേപോലെ അനാലിറ്റിക് പാർട്ട് z മൈനസ് z നോട്ടിന്റെ പവറുകളിൽ വരുന്ന ടേമുകൾ.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സിംഗുലർ പോയിന്റും ലോറൻസ് സീരീസുമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇനി നമുക്ക് സിംഗുലർ പോയിന്റിനെ പല രൂപത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിംഗുലർ പോയിന്റ്സ്. നമുക്കൊരു പോയിന്റ് തന്നു, ഒരു ഫംഗ്ഷൻ തന്നു. ആ ഫംഗ്ഷൻ ഒരു പോയിന്റിൽ അനാലിറ്റിക് അല്ല എന്ന് കരുതുക. എഫ് ഈസ് നോട്ട് അനാലിറ്റിക് ഇൻ ദാറ്റ് പോയിന്റ്. എഫ് ഈസ് നോട്ട് അനാലിറ്റിക് ഓർ നോട്ട് ഡിഫൈൻഡ്, ഓർ ലെറ്റ് z not be a singular point of f. f എന്നുള്ള ഫംഗ്ഷന്റെ സിംഗുലർ പോയിന്റ് ആണ് z0 എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് z0 എന്നുള്ള പോയിന്റ്, കോംപ്ലക്സ് പ്ലെയിനിൽ z0 എന്നുള്ള പോയിന്റിൽ എന്തല്ല എന്ന് പറയാം? ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ അനാലിറ്റിക് അല്ല എന്ന് പറയാം. നമ്മൾ ആ z0നെ റിമൂവ് ചെയ്തിട്ട് നമ്മളൊരു നൈബർഹുഡ് കൺസിഡർ ചെയ്യാം. അതായത് z0ന് അറൗണ്ട് ആയിട്ട് ഒരു ഡെൽറ്റ റേഡിയസിൽ ഒരു നൈബർഹുഡ് എടുക്കുന്ന പോയിന്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം? മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയാം. പക്ഷേ ഈ ഒരു റീജിയൻ എടുക്കുന്ന സമയത്ത് മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഡെൽറ്റ വരുമ്പോൾ ഡെൽറ്റ റേഡിയസിലുള്ള സർക്കിൾ വരും, ഒരു ഡിസ്ക് റീജിയൻ വരും. അതിൽ ആരും കൂടി ഇൻക്ലൂഡഡ്, അതിന്റെ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഇന്റീരിയർ മൊത്തം ഇൻക്ലൂഡഡ് ആണ്. ആ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് z0 അതിന്റെ ഇന്റീരിയർ പോയിന്റ് ആണ്. സോ z0 അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് മാറും. z0 ഇൻക്ലൂഡഡ് ആയിട്ട് മാറുന്ന സമയത്ത് നമുക്ക് z0 എന്നുള്ളത് സിംഗുലർ പോയിന്റ് ആണ്. അപ്പോൾ അത് നമ്മളെ സിംഗുലാരിറ്റിക്ക് പ്രശ്നം വരുത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ z0നെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. അതിനെന്ത് ചെയ്താൽ മതി? ആ ഒറിജിൻ അത് ഡിലീറ്റ് ചെയ്താൽ മതി. മോഡ് z മൈനസ് z0 ഈക്വൽ ടു 0 ആകുന്ന സമയത്താണ് z0 എന്നുള്ള പോയിന്റ് വരിക. സോ നമ്മൾ എടുക്കുന്ന നൈബർഹുഡ് ആരാണ്? 0 less than mod z minus z0 less than delta, which is the deleted neighborhood of z0. നമ്മൾ വിളിക്കും z0 അറൗണ്ട് ആയിട്ടുള്ള ഡിലീറ്റഡ് നൈബർഹുഡ്. ആൻഡ് ലെറ്റ് f be analytic in the deleted neighborhood z0 less than mod z minus z0 less than ഡെൽറ്റ. z0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ സിംഗുലർ ആണ്, പക്ഷെ അതിന് അറൗണ്ട് ആയിട്ട് നമ്മൾ z0നെ ഡിലീറ്റ് ചെയ്തിട്ട് എടുക്കുന്ന നൈബർഹുഡിലുള്ള ബാക്കിയുള്ള എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക? അനാലിറ്റിക് ആണെന്ന് വിചാരിക്കാം. ദെൻ the first singularity is called removable singularity. നമ്മൾ സിംഗുലാരിറ്റിനെ ക്ലാസിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ സിംഗുലാരിറ്റിയുടെ ഫസ്റ്റ് കാറ്റഗറൈസേഷൻ ആണ്, ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി. ഓക്കെ, സോ റിമൂവബിൾ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ z0 എന്നുള്ളത് c എന്നുള്ള പോയിന്റിന്റെ ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി മീൻസ് ഡിലീറ്റഡ് നൈബർഹുഡിൽ എന്താണ്? ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. നമ്മൾ മുകളിൽ പറഞ്ഞ ടേം. The function is singular at z0, but it is analytic in the deleted neighborhood 0 less than mod z minus z0 less than delta. Then the point z0 is called isolated singularity, and the first type of isolated singularity is removable singularity. And the point z0 is a removable singularity if limit z tending to z0 f of z exists finitely. ഡെഫിനിഷൻ പറയുന്നത് എഫ് ഓഫ് സെഡിന്റെ ലിമിറ്റ് ആസ് z ടെൻഡിങ് ടു z0 ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ z0 എന്നുള്ള ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിനെ നമ്മൾ എന്തായിട്ട് വിളിക്കും? റിമൂവബിൾ സിംഗുലാരിറ്റി ആയിട്ട് വിളിക്കും. ഓക്കെ, സോ നമുക്കൊരു എഫ് എന്നുള്ളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നു എന്ന് അസ്യൂം ചെയ്യാം. എഫ് എന്നുള്ളത് ഡി എന്ന് സിയിലേക്കുള്ള ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഡി എന്നുള്ള ഡൊമൈനിൽ ഒരു പോയിന്റ്, let z0 belongs to d be a point. d എന്നുള്ള ഡൊമൈനിലുള്ള ഒരു പോയിന്റ് ആണ് നമ്മുടെ z0 എന്ന് അസ്യൂം ചെയ്യാം. Then z0 is said to be a singular point if either one of these two conditions satisfied. First one, f of z0 is not defined.
or f of z0 is not analytic at z0. സോ z0 എന്നുള്ള പോയിന്റിൽ f എന്നുള്ളത് സിംഗുലർ ആണെന്ന് പറയണമെങ്കിൽ രണ്ടൊരു കണ്ടീഷനാണ്. ഒന്നിക്കലോ f of z0 ഡിഫൈൻഡ് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിലും നമ്മൾ പറയും z0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ സിംഗുലർ ആണ്. അല്ലെങ്കിൽ z0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷന്റെ അനാലിറ്റിസിറ്റി എന്ത് ചെയ്യണം? ഫെയിൽ ചെയ്യണം. അതാണ് നമ്മൾ മെയിൻലി പറയാറ്. അതിന്റെ കൂടെ f of z0 ഡിഫൈൻ അല്ലെങ്കിലും നമ്മൾ z0 എന്നുള്ളത് സിംഗുലർ പോയിന്റ് ആണ് പറയും. Then we say that z0 is the singular point of the function f. ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ z0 സിംഗുലർ പോയിന്റ് പറയുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തു പവർ സീരീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഒരു പോയിന്റ് തന്നാൽ ആ പോയിന്റിന് അറൗണ്ട് ആയിട്ട് ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ അതിനെ, അല്ലെങ്കിൽ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിലും ഒരു പോയിന്റിന് അറൗണ്ട് ആയിട്ട് ഇന്നൊരു സീരീസ് ഫംഗ്ഷനാണ് നമ്മൾ പവർ സീരീസ് എന്ന് വിളിച്ചു. അതേപോലെ നമ്മൾ z0 ഒരു ഫംഗ്ഷന്റെ സിംഗുലർ പോയിന്റ് ആണ് അസ്യൂം ചെയ്യാം. ലെറ്റ് z0 be the singular point of a function f. Then around that point z0 we can express the function f as a series of the form f of z is equal to summation n equal to minus infinity to infinity an z minus z0 power n. ഓക്കെ, സോ നമുക്കൊരു പോയിന്റ് തന്നു. ആ പോയിന്റ് ഗിവൺ ഫംഗ്ഷന്റെ സിംഗുലർ പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റിന് അറൗണ്ട് നമുക്ക് ഈ ഫോർമാറ്റിൽ ഒരു പവർ സീരീസ് റെപ്രസെന്റേഷൻ പോസിബിൾ ആണ് ഫോർ ദി ഫംഗ്ഷൻ എഫ്. എഫിനെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ പവർ സീരീസ് ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ആൻഡ് ദിസ് സീരീസ് കോൾഡ് ലോറന്റ് സീരീസ് ഓഫ് എഫ് അബൌട്ട് z0. z0 അബൌട്ട് എഫ് എന്നുള്ളതിന്റെ ലോറന്റ് സീരീസ് ആണ്. ഓക്കെ, സോ ഇഫ് z0 is a singular point of a given function f, then around that point z0 we can express the given function as a series of the form summation n equal to minus infinity to infinity an z minus z0 power n. This series is called Lorentz series of f about the point z0. Okay, so നമ്മൾ ലോറന്റ് സീരീസ് എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. ഈ ഒരു ലോറന്റ് സീരീസ് നോക്കിയാൽ അറിയാം മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയാണ് ഇതിന്റെ ടേംസ് വരുന്നത്. അപ്പൊ നമ്മൾ സീരീസ് എക്സ്പാൻഷൻ ചെയ്യുന്ന സമയത്ത് z മൈനസ് z0 ദ പവർ n എന്ന ഒരുപാട് ടേംസ് വരും. അതേപോലെ 1 by z മൈനസ് z0 ദ പവർ n, അതായത് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ z മൈനസ് z0ന്റെ പവറിൽ നെഗറ്റീവ് -1 -2 എക്സെട്ര മൈനസ് ഇൻഫിനിറ്റി വരെ പോകാം. 1 by z minus z0, 1 by z minus z0 square, 1 by z minus z0 cube, ഇത്തരത്തിലുള്ള ടേംസുകളും എവിടെ ഉണ്ടാവും? ഗിവൺ സീരീസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു സീരീസിനെ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഒന്ന് പോസിറ്റീവ് പാർട്ട് ആക്കിയിട്ടും ഒന്ന് നെഗറ്റീവ് പാർട്ട് ആക്കിയിട്ടും. അതിൽ ലെറ്റ് f1 ബി സമ്മേഷൻ n equal to 1 to infinity bn z minus z0 power n. bn എന്ന് പറഞ്ഞാൽ a മൈനസ് n വരും. അതായത് n equal to 1 to infinity z0 പവർ മൈനസ് n കേട്ടോ, z മൈനസ് z0 പവർ മൈനസ് n. അതായത് നമുക്ക് ഈ സീരീസിൽ z മൈനസ് z0കളുടെ പവറുകൾ 1 by z z0കളുടെ പവർ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോൾ എടുത്ത f1 എന്നുള്ള സീരീസിൽ എന്തേ ഉള്ളൂ? 1 by z മൈനസ് z0കളുടെ പവർ മാത്രമേ വരുന്നുള്ളൂ. n equal to 1 to infinity കൊടുക്കുമ്പോൾ z മൈനസ് z0 പവർ മൈനസ് വരും, എക്സെട്ര z മൈനസ് z0 പവർ മൈനസ് ഇൻഫിനിറ്റി വരെയുള്ള ടേമുകൾ വരും. ഓക്കെ, സോ f1 ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി bn z മൈനസ് z0 പവർ മൈനസ് n. ഇത് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പവർ സീരീസിന്റെ ഫോർമാറ്റിലുള്ള ഒരു സീരീസ് ആണ്. പവർ സീരീസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an z മൈനസ് z0 പവർ n എന്നായിരുന്നു. സോ ദിസ് സീരീസ് f1 ഈസ് എ പവർ സീരീസ് in 1 by z minus z0. z minus z0ന്റെ ടേമിലുള്ളതിന് പകരം 1 by z minus z0ന്റെ ടേമിൽ ഒരു പവർ സീരീസ് ആണ്. പവർ സീരീസ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് എന്ത് ഉണ്ടാവും? ഇറ്റ് ഹാസ് എ റേഡിയസ് ഓഫ് കൺവേർജൻസ്. നമ്മൾ പവർ സീരീസ് ആയത്
പവർ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. Z മൈനസ് Z നോട്ടിലല്ല, നമ്മളുടെ ആരുതാണ് 1/Z മൈനസ് Z സോ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മോഡ് Z മൈനസ് Z നോട്ട് ലെസ് ദാൻ ആവുന്ന റീജിയനിൽ കൺവേർജ് ചെയ്യുന്നതാണ്. അവിടെ Z മൈനസ് Z നോട്ടിലുള്ള ടേമുകളാണ്, ഇവിടെ 1/Z മൈനസ് Z നോട്ടിലുള്ള ടേമുകളാണ്. സോ ഇത് എന്ത് ചെയ്യാം, 1 mod Z മോഡുലസ് ഓഫ് 1/Z മൈനസ് Z നോട്ട് ലെസ് ദാൻ R ആവുന്ന രീതിയിലായിട്ട് മാറും. ഗിവൺ സീരീസ് F1 എന്നുള്ള സീരീസ് അതിന്റെ 1/Z മൈനസ് Z നോട്ടിൽ വരുന്ന കോഎഫിഷ്യന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ് 1/Z മൈനസ് Z നോട്ട് ലെസ് ദാൻ മോഡുലസ് ഓഫ് 1/Z മൈനസ് Z നോട്ട് ലെസ് ദാൻ R ആവുന്ന റീജിയനിൽ കൺവേർജന്റ് ആയിരിക്കും. ഇത് നമുക്ക് എന്ത് ഇംപ്ലിക്കേഷൻ മാറ്റി വരാം, രണ്ട് സൈഡിൽ ലോക്കൽ എടുത്താൽ മോഡ് Z മൈനസ് Z നോട്ട് എന്നായിട്ട് മാറും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് 1/R ആയിട്ട് മാറും. റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ഇനീക്വാലിറ്റി 1/R ഞാൻ സം R എന്ന് വിളിച്ചു. സോ R1 എന്ന് വിളിച്ചാൽ എന്ത് പറയാം, മോഡ് Z മൈനസ് Z നോട്ട് ഗ്രേറ്റർ ദാൻ R1 ആകുന്ന റീജിയണിൽ F1 എന്നുള്ള സീരീസ് F1 ഈസ് കൺവേർജസ് ഫോർ മോഡ് Z മൈനസ് Z നോട്ട് ഗ്രേറ്റർ ദാൻ R1. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് എടുക്കുക, F2. F1 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ലോറൻസ് സീരീസിന്റെ 1/Z മൈനസ് Z നോട്ടുകളുടെ ടേമുകൾ. സോ F2 ആയിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ആരെടുത്താൽ മതി, Z മൈനസ് Z നോട്ടുകളുടെ ടേമുകൾ. ദാറ്റ് മീൻസ് സമ്മേഷൻ n ഈക്വൽ ടു ഇൻഫിനിറ്റി an Z മൈനസ് Z n. അപ്പൊ നമ്മൾ രണ്ട് പാർട്ടാക്കി 1/Z മൈനസ് Z നോട്ടുകളുടെ പാർട്ട് F1, Z മൈനസ് Z നോട്ടിന്റെ പവറുകളുടെ പാർട്ട് F2. F2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു പവർ സീരീസ് ഫോർമാറ്റിലാണ്. പവർ സീരീസിന്റെ ഫോർമാറ്റിലായതുകൊണ്ട് ഇറ്റ് ഹാസ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഉണ്ടായിരിക്കും. ലെറ്റ് ഇറ്റ് ബി R2. ഞാൻ R2 എന്ന് വിളിച്ചു, നേരത്തെ നമ്മൾ ജനറൽ ആയിട്ട് വിളിച്ചിട്ടുണ്ട്, ഇവിടെ R2 എന്ന് വിളിച്ചു. ദെൻ ബൈ പവർ സീരീസ് എക്സ്പാൻഷൻ ഓർ പവർ സീരീസ് R2 is the radius of convergence of this power series. F2 is convergent for mod Z minus Z naught than R2. ഈ ഒരു റീജിയനിലായിരിക്കും F2 കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ R1 ഗ്രേറ്റർ ദാൻ R2 ആവാം, R1 ലെസ് ദാൻ R2 ആവാം, R1 ഈക്വൽ ടു R2 ആവാം. ഏതും നമ്മൾ R1 ലെസ് ദാൻ R2 ആണെന്ന് അസ്യൂം ചെയ്യാം. R1 ലെസ് ദാൻ R2 ആണെങ്കിൽ ഫസ്റ്റ് ഇനീക്വാലിറ്റി നമ്മൾ എന്താ പറഞ്ഞത്, മോഡ് Z മൈനസ് Z നോട്ട് ഗ്രേറ്റർ ദാൻ R1. അതിനെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ R1 ലെസ് ദാൻ മോഡ് Z മൈനസ് Z നോട്ട്. സോ ബൈ ഫസ്റ്റ് ഇനീക്വാലിറ്റി R1 ലെസ് ദാൻ മോഡ് Z മൈനസ് Z നോട്ട് എന്ന് കിട്ടും. ഓക്കെ, ബൈ സെക്കൻഡ് ഇനീക്വാലിറ്റി Z മൈനസ് Z നോട്ട് ലെസ് ദാൻ മോഡ് മൈനസ് Z നോട്ട് ലെസ് ദാൻ R2 എന്നും കിട്ടും. സോ F1 എന്നുള്ള ഫസ്റ്റ് റീജിയണിൽ വാലിഡ് ആണ്, F2 സെക്കൻഡ് റീജിയൻ വാലിഡ് ആണ്. F1 ഉം F2 ഉം കൂടി ആഡ് ചെയ്തതാണ് ആര്, F. സോ F വാലിഡ് ഫോർ R1 ലെസ് ദാൻ മോഡ് Z മൈനസ് Z നോട്ട് ലെസ് ദാൻ R2. മോഡ് Z മൈനസ് Z ഈക്വൽ ടു R2 എന്ന് പറഞ്ഞാൽ Z നോട്ട് സെന്റർ ആയിട്ട് R2 റേഡിയസ് ഉള്ള സർക്കിൾ ആണ് വരിക. അപ്പൊ R1 ലെസ് ദാൻ R2 ആയതുകൊണ്ട് R1 റേഡിയസ് ഉള്ള സർക്കിളും R2 റേഡിയസ് ഉള്ള സർക്കിളും വരും. അതിന്റെ ഉള്ളിൽ F1 പ്ലസ് F2 ദാറ്റ് മീൻസ് F ആണ് വാലിഡ് ആണ്. സോ if Z naught is a singular point of a given function f, then we can express the function f as a series of the form summation n to minus infinity to infinity an Z minus Z naught power n, which is valid in annular region mod Z minus Z naught less than R2 and greater than R1. രണ്ട് റേഡിയസ് വ്യത്യസ്ത റേഡിയസ് ഉള്ള സർക്കിളുടെ ഒരു ആനുലാർ റീജിയൻ, നമ്മൾ ഈ റീജിയനെ വിളിക്കുന്ന ആനുലാർ റീജിയൻ. അപ്പോൾ ആനുലാർ റീജിയനിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു പവർ സീരീസ് റെപ്രസെന്റേഷൻ പോസിബിൾ ആണ്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി an Z minus Z naught power n. This power series is called Lorentz series, and the Lorentz series coefficient an can be evaluated by 1 by 2 pi I integral over C f Z by Z minus Z naught power n plus 1 Z.
where C is positively oriented കോണ്ടൂർ എന്നുള്ളത് കോംപ്ലക്സ് ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്റഗ്രലൊക്കെ പറയാറ്. ആ ഇന്റഗ്രൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ a എന്നുള്ള കോഎഫിഷ്യന്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. The coefficient is given as 1/2i integral over c f of z by z minus z. സോ റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് ലിമിറ്റ് z ടെൻഡിങ് ടു z0 f of z എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യണം, ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് പല റിസൾട്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. അതായത് ലിമിറ്റ് z ടെൻഡിങ് ടു z0 f of z-നോട് ഇക്വലന്റ് ആയിട്ട് വരുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഫോം ചെയ്യാൻ പറ്റും. ആ സ്റ്റേറ്റ്മെന്റും ഈ സ്റ്റേറ്റ്മെന്റും പരസ്പരം ഇക്വലന്റ് ആണെന്ന് പറയാം. ഇക്വലന്റ് ആണെന്ന് പറഞ്ഞാൽ അതിനെയും നമുക്ക് ഡെഫിനിഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ ടെസ്റ്റുകളായിട്ടോ ഉപയോഗപ്പെടുത്താം. അതിൽ വരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള പോയിന്റ്സുകളാണ് ഫസ്റ്റ് വൺ. അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ z0 എന്നുള്ള ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിനെ നമ്മൾ എന്ത് പറയും, റിമൂവബിൾ സിംഗുലാരിറ്റി. ഇനി ഇതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് f of z can be redefined to an analytic function ഓക്കെ. സോ ഗിവൺ ഫംഗ്ഷൻ z0 എന്നുള്ള പോയിന്റിൽ ഫെയിൽ ചെയ്യും അനാലിറ്റിക് ആവാതിരിക്കാൻ, അനാലിറ്റിക് അല്ലാതെ. പക്ഷെ നമുക്ക് അവിടെ റീഡിഫൈൻ ചെയ്തിട്ട് ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് എന്താക്കി പറ്റും, മാറ്റാം, z0 എന്നുള്ള പോയിന്റിലും കൂടി അനാലിറ്റിക് ആവുന്ന രൂപത്തിൽ മാറ്റാം. അപ്പൊ ബി എന്നുള്ള കണ്ടീഷനും എ എന്നുള്ള കണ്ടീഷനും ഇക്വലന്റ് ആണ്. ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ എ എന്നുള്ള ടെസ്റ്റോ എ എന്നുള്ളതാണ് നമ്മുടെ റിമൂവബിൾ സിംഗുലാരിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ടെസ്റ്റ് ആയിട്ട് ലിമിറ്റ് z ടെൻഡിങ് ടു z0 f of z എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുക. അതിന് പകരം നമുക്ക് ആരും നോക്കാം, രണ്ടാമത് പറഞ്ഞിട്ടുള്ള f of z-നെ അനാലിറ്റിക് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, z0 കൂടി അനാലിറ്റിക് ആവുന്ന രൂപത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും നോക്കാം. ഇനി ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്, പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ഇൻ ലോറന്റ് സീരീസ്. ലോറന്റ് സീരീസിൽ എന്തായിരിക്കും, പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആയിരിക്കും. സോ ലോറന്റ് സീരീസ് reduces to Taylor series. ഓക്കെ, കണ്ടീഷൻ പറയുന്നത് ലോറന്റ് സീരീസിലെ പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആയിരിക്കും. സോ ലോറന്റ് സീരീസ് എന്തായിട്ട് മാറും, പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ പോസിറ്റീവ് പവേഴ്സ് മാത്രം, z z0 പോസിറ്റീവ് പവേഴ്സ് മാത്രം വരുള്ളൂ. അത് ടൈലർ സീരീസ് അല്ലെങ്കിൽ പവർ സീരീസിൽ ഒരു ഫോർമാറ്റ് ആണ് ടൈലർ സീരീസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ മൂന്ന് കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ഒന്ന്, ലിമിറ്റ് z ടെൻഡിങ് ടു z0 f of z എക്സിസ്റ്റ് ചെയ്യണം ഫൈനൈറ്റ് ആയിട്ട്. രണ്ടാമത്തത്, f of z-നെ z0-ലും കൂടി അനാലിറ്റിക് ആവുന്ന രൂപത്തിൽ റീഡിഫൈൻ ചെയ്യാൻ പറ്റണം. മൂന്നാമത്തത്, ലോറന്റ് സീരീസിൽ പ്രിൻസിപ്പൽ പാർട്ട് എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. ഈ മൂന്ന് കണ്ടീഷനും പരസ്പരം ഇക്വലന്റ് ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് വണ്ണിന് പകരം നമുക്ക് സെക്കൻഡ് വണ്ണോ തേർഡ് വണ്ണോ നമുക്ക് ഒരു പോയിന്റ് റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ റിമൂവബിൾ സിംഗുലാരിറ്റി ആണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി വരുന്നത്. അതിൽ റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ടെസ്റ്റുകൾ ഉപയോഗിക്കാം. ഒന്ന് പ്രിൻസിപ്പൽ പാർട്ട് ഉപയോഗിച്ചിട്ട് ലോറന്റ് സീരീസ് ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റ്, മറ്റു രണ്ടെണ്ണം ലിമിറ്റ് ഉപയോഗിച്ചിട്ടും അതേപോലെ റീഡിഫൈൻ ചെയ്യാൻ പറ്റുമോ, ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഉപയോഗിച്ചിട്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. sin z by z. ഓക്കെ, sin z by z എന്നുള്ള ഒരു ഫംഗ്ഷൻ എടുത്തു. ലെറ്റ് ഇറ്റ് ബി അവർ f of z. ഇതാണ് നമ്മുടെ f of z. then z0 is equal to 0 അല്ലെങ്കിൽ z is equal to 0 is a singular point of the given function f. sin z by z എന്നുള്ള ഫംഗ്ഷൻ z is equal to 0 ഡിഫൈൻഡ് അല്ല അല്ലെങ്കിൽ അനാലിറ്റിക് അല്ല എന്ന് പറയാം. അപ്പൊ z0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ അനാലിറ്റിക് അല്ല, ദാറ്റ് മീൻസ് z0 എന്നുള്ള പോയിന്റിൽ സിംഗുലർ ആണ്. z0 ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ഡിലീറ്റഡ് നൈബർഹുഡിൽ മോഡ് z മൈനസ് 0 ഗ്രേറ്റർ ദാൻ 0, അതായത് 0ക്ക് അറൗണ്ട് ആയിട്ട് ഡിലീറ്റഡ് നൈബർഹുഡ് ആയിട്ടുള്ള 0നെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി നൈബർഹുഡ് എടുത്താൽ അവിടെ ഒക്കെ ഫംഗ്ഷൻ എന്താണ്, 0 മാത്രമേ അവിടെ ഫെയിലിയർ ആയിട്ട് വരുന്നുള്ളൂ. 0നെ ഒഴിവാക്കിയാൽ നമുക്ക് ഫംഗ്ഷൻ എന്തായിട്ട് മാറും, അനാലിറ്റിക് ആയിട്ട് മാറും. സോ z is equal to 0 is a
is an isolated singularity of f. നമുക്ക് given ആയിട്ടുള്ള ഫംഗ്ഷന്റെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ് z is equal to 0. ഓക്കെ, സോ ഈ ഒരു ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ എന്ന് നോക്കണം. അതിന് എന്ത് ചെയ്യാൻ പറ്റണം? ഫസ്റ്റ് ടെസ്റ്റ് ലിമിറ്റ് z ടെൻഡിങ് ടു z നോട്ട് എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ സൈൻ z ബൈ z ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ എക്സിസ്റ്റ് ഫൈനൈറ്റ്ലി. അപ്പൊ ഫസ്റ്റ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സൈൻ z ബൈ z എന്നുള്ള ഫംഗ്ഷന് z നോട്ട് ഈസ് ഈക്വൽ ടു 0 z ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ്, വിച്ച് ഈസ് എ റിമൂവബിൾ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ബി എന്താ പറയുന്നത്? എഫ് ഓഫ് സെഡിന് റീഡിഫൈൻ ചെയ്യാൻ പറ്റണം z നോട്ടിലും കൂടി അനാലിറ്റിക് ആവുന്ന രൂപത്തിൽ. അതിന് ഞാനൊരു ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഫംഗ്ഷൻ എടുക്കുകയാണ്. z നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ സൈൻ z ബൈ z ഈക്വൽ ടു 0 പ്രശ്നം. 0 എന്താക്കി മാറ്റുക? ഈ ഫംഗ്ഷന്റെ ലിമിറ്റും ആക്കി മാറ്റുക. ലിമിറ്റ് z ടെൻഡിങ് ടു z നോട്ട് സൈൻ z ബൈ z. അപ്പൊ നമുക്ക് എന്തായി? ടോട്ടലി z ഈക്വൽ ടു 0 കൂടി ആവുന്ന രൂപത്തിൽ ഫംഗ്ഷൻ എന്തായിട്ട് മാറി? റീഡിഫൈൻ ചെയ്തു. ഓക്കെ, സോ റീഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഫംഗ്ഷൻ എന്താണ്? z ഈസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, നമുക്ക് ലോറൻസ് സീരീസ് ആണ് വേണ്ടത്. അതിന് സൈൻ z ബൈ z എന്നുള്ള സീരീസ് എടുക്കുക. സൈൻ zന്റെ സീരീസ് നമുക്കറിയാം z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z പവർ 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഒരു z ഉണ്ട്, അയാളെ ഞാൻ എഴുതി. z ക്യാൻസൽ ചെയ്ത 1 മൈനസ് z സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z പവർ 4 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് പ്ലസ് ഓർ മൈനസ് എക്സെട്ര ഈ ഒരു രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ z ബൈ z. ഇതിൽ എന്തില്ല? 1 ബൈ zകളുടെ പാർട്ട് ഇല്ല, അതായത് പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ഇൻ ലോറൻസ് സീരീസ്. ലോറൻസ് സീരീസിൽ പ്രിൻസിപ്പൽ പാർട്ട് ആബ്സെന്റ് ആണെന്ന് പറഞ്ഞാൽ തേർഡ് ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് പറയാം? ഗിവൺ ഫംഗ്ഷൻ z ഈസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ റിമൂവബിൾ സിംഗുലാരിറ്റി ആണ്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറിയാണ് റിമൂവബിൾ സിംഗുലാരിറ്റി. അതിന്റെ കണ്ടീഷൻസും എക്സാമ്പിളും ആണ് നമ്മളിപ്പോൾ ഒബ്സർവ് ചെയ്തത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ സിംഗുലാരിറ്റീനെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. സിംഗുലാരിറ്റി എന്താണ്, സിംഗുലാരിറ്റിക്ക് അറൗണ്ട് ആയിട്ട് ലോറൻസ് സീരീസ് എന്താണെന്നുള്ളത് പറഞ്ഞു. അതേപോലെ സിംഗുലാരിറ്റീനെ നമുക്ക് ഏതൊക്കെ രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതും അതിനുള്ള ഓരോ ക്ലാസിഫിക്കേഷനും എന്തൊക്കെ ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് നമ്മൾ ക്ലാസിഫൈ എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി സിംഗുലാരിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ടേംസുകളാണ് റെസിഡ്യൂ, അതേപോലെ റെസിഡ്യൂമായിട്ട് റെസിഡ്യൂ തിയറി, അതുമായിട്ട് കോംപ്ലക്സ് ഇന്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സിംഗുലാരിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. ഇതൊക്കെ നമ്മൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസ് വരുന്ന ഏരിയാസ് ആണ്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇത്രയും പറഞ്ഞ ഏരിയന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് കാറ്റഗറിയാണ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയിൽ പറയുന്നത്, വിച്ച് ഈസ് എസെൻഷ്യൽ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. സോ തേർഡ് ടൈപ്പ് സിംഗുലാരിറ്റി ആണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി. സോ ടോട്ടലി നമുക്ക് മൂന്നാക്കിയിട്ട് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിനെ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് റിമൂവബിൾ സിംഗുലാരിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് പോൾ, തേർഡ് വൺ ഈസ് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. അതിലെ ഡെഫിനിഷൻ പറയുന്നത് z നോട്ട് ഈസ് എ സിംഗുലർ പോയിന്റ് വിച്ച് ഈസ് എ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ഓഫ് f, then which is isolated essential singularity if limit z tending to z not f of z does not exist. നേരത്തെ പറഞ്ഞത് ലിമിറ്റ് എന്ത് ചെയ്യണം? എക്സിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. ഒന്നുകിൽ ഫൈനൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാക്കി കാറ്റഗറൈസ് ചെയ്തത്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ പറയുന്നത് ലിമിറ്റ് എന്ത് ചെയ്യാനേ പാടില്ല? ഫൈനൈറ്റ് ആയിട്ടും ഇൻഫൈനൈറ്റ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാനേ പാടില്ല. അതായത്
ലിമിറ്റ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു കോലത്തിലായിരിക്കും ഇതിന്റെ ലിമിറ്റ് നമുക്ക് പറയുന്ന സമയത്ത് പറയാം. ഇനി സെക്കൻഡ് കാറ്റഗറി പറയുന്നത് 2-3 കാറ്റഗറികൾ ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിലൊക്കെ എയും ബിയും സിയും മാത്രമല്ല, അതല്ലാത്ത പല കണ്ടീഷൻസും ഉണ്ട്. റിമൂവബിൾ ആണോ അല്ലെ പോളാണോ എന്ന് പറയാൻ പറ്റുന്ന ഇക്വലന്റ് കണ്ടീഷൻസ് ഒരുപാടുണ്ട്. 2-3 കണ്ടീഷൻസ് ബൗണ്ടഡ്നെസിന്റെ ടേമിലൊക്കെ പറയുന്നുണ്ട്. ഇനി ഇതേപോലെ എസെൻഷ്യൽ സിംഗുലാരിറ്റിയിലും നമ്മൾ ബൗണ്ടഡ്നെസിന്റെ ടേമിലും അതേപോലെ ബാക്കിയുള്ള ടേംസിലൊക്കെ എന്താ പറയാ നേരത്തെ പറഞ്ഞതല്ലാത്ത രൂപത്തിലുള്ള കണ്ടീഷൻസ് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കണ്ടീഷനും കൂടി നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. അപ്പൊ അതും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ലോറന്റ് സീരീസ് എടുക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും ആ Z0 എന്നുള്ള പോയിന്റിൽ എന്തായിട്ട് മാറും? ഫംഗ്ഷൻ റിമൂവബിൾ റിമൂവബിൾ അല്ല, എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിട്ട് മാറും. അതായത് പ്രിൻസിപ്പൽ പാർട്ടിലെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. ഫസ്റ്റ് വണ്ണിൽ പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടാവാൻ പാടില്ല. പോൾ ആണെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്, എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ്. അപ്പൊ ഇവിടെ നമ്മൾ 2 ടെസ്റ്റുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇത് രണ്ടും പരസ്പരം ഇക്വലന്റ് ആണ്. ഈ 2 ടെസ്റ്റ് ഉപയോഗിച്ചിട്ടും നമുക്ക് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാം. ഇതല്ലാത്ത ടെസ്റ്റ് ഇതിനും ഉണ്ട്, അതേപോലെ ഇതിന്റെ മുന്നത്തുകൾക്കും ഉണ്ട്. നമ്മളത് മെൻഷൻ ചെയ്യാത്തത് ഇൻ ടേംസ് ഓഫ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അത്രയും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് റിസൾട്ട് പറഞ്ഞ് ഈ ഒരു ടെസ്റ്റുകളുടെ ഇത്രയും റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ അപ്പുറത്തേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് കുറവാണ്. ക്വസ്റ്റ്യൻസ് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത്രയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ആ ടെസ്റ്റുകൾ അതിന്റെ ഐഡന്റിഫിക്കേഷൻസ് ഒന്നും നമ്മൾ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന് നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. e⁻1/z. e⁻1/z എന്ത് ചെയ്യാൻ പാടില്ല? z is equal to 0 ആണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. z is equal to 0 എടുക്കുമ്പോൾ 1/0 ഡിഫൈൻഡ് അല്ല. അപ്പൊ ലിമിറ്റ് z tending to 0 e⁻1/z. ഇതൊരു ഫിക്സഡ് നമ്പർ ആയിട്ടോ ലിമിറ്റ് ഇൻഫൈനൈറ്റ് ആയിട്ടോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇൻഫൈനൈറ്റും അല്ല, ലിമിറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ബൈ ഫസ്റ്റ് കണ്ടീഷൻ e⁻1/z is a singular point. z is equal to 0 is a isolated essential singularity ആണെന്ന് പറയാം. ഇനി e⁻1/z ന്റെ സീരീസ് എക്സ്പാൻഷൻ എന്താണെന്ന് നോക്കാം. ലോറന്റ് സീരീസ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അതിൽ e⁻z ൻ്റെത് നമുക്കറിയാം. e⁻z ൻ്റെത് ഞാൻ ജസ്റ്റ് താഴെ ഒന്ന് എഴുതാം. 1 പ്ലസ് z/1 ഫാക്ടോറിയൽ പ്ലസ് z²/2 ഫാക്ടോറിയൽ പ്ലസ് z³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് ഈ ഒരു രൂപത്തിൽ എക്സ്പാൻഷൻ പോകും. ഓക്കെ, സോ 1/z ആവുന്ന സമയത്ത് z ഉള്ളിടത്തൊക്കെ 1/z റീപ്ലേസ് ചെയ്യുക. അപ്പൊ 1 പ്ലസ് 1/1 ഫാക്ടോറിയൽ ഇൻറ്റു z പ്ലസ് 1/2 ഫാക്ടോറിയൽ z² പ്ലസ് 1/3 ഫാക്ടോറിയൽ z³ പ്ലസ് ഈ ഒരു രൂപത്തിൽ അങ്ങനെ പോകും. അതായത് ഒക്കെ ടേംസുകൾ എന്താണ്? 1/z - z0 ന്റെ പവർ ആയിട്ടാണ് ടേമുകൾ മൊത്തം വരുന്നത്. ദാറ്റ് മീൻസ് the given Lorentz series of e⁻1/z has infinite number of terms. Lorentz series infinite number of terms ഉണ്ട്. So infinite number of terms ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പറയും? Lorentz series given function എന്താണ്? z0 is equal to 0 എന്നുള്ള പോയിന്റിൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണെന്ന് പറയും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ മെയിൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയിൽ 3 ടൈപ്പ് കാറ്റഗറൈസ് ചെയ്തു. 1 റിമൂവബിൾ സിംഗുലാരിറ്റി, 2 പോള്, 3 എസെൻഷ്യൽ സിംഗുലാരിറ്റി. ഇനി സെക്കൻഡ് മേജർ കാറ്റഗറി ആയിട്ട് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ കാറ്റഗറി ആയിട്ട് വരുന്നത് നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് നൈബർഹുഡിൽ ഫംഗ്ഷൻ എന്താവാൻ പാടില്ല? അനാലിറ്റിക് ആവാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഡിലീറ്റഡ് നൈബർഹുഡിൽ അനാലിറ്റിക് ആവണം. അല്ലാത്തത് വരുന്നത്, അതായത് ഡിലീറ്റഡ് നൈബർഹുഡിലും അനാലിറ്റിക് അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. അപ്പോൾ രണ്ട് ടൈപ്പാണ്, ഒന്ന് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി, മറ്റൊന്ന് നോൺ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി തന്നെ മൂന്നെണ്ണം, ഒന്ന് റിമൂവബിൾ, രണ്ട് പോൾ, മൂന്ന് എസെൻഷ്യൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീനെ ഒന്നാമത്തെ കാറ്റഗറി ആയിട്ട് ആര് കാറ്റഗറൈസ് ചെയ്തു? ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിയിൽ ഫസ്റ്റ് വരുന്നതാണ് റിമൂവബിൾ സിംഗുലാരിറ്റി. നെക്സ്റ്റ് വൺ ഈസ് പോൾ. അതായത് z0 എന്നുള്ള പോയിന്റ് എടുക്കുക, f എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക, z0 എന്നുള്ളത് എഫിന്റെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് z0 എന്നുള്ളത് പോൾ ഓഫ് ഓർഡർ, പോൾ പറയുന്ന സമയത്ത് നമ്മൾ ഓർഡറും കൂടി പറഞ്ഞിട്ടാണ് പറയാറ്. പോൾ ഓഫ് ഓർഡർ m ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ പറയുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ, if limit z tending to z0 f of z infinite and limit z tending to z0 z minus z0 power m into f of z exists finitely, then z0 is a pole of order m. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, പക്ഷെ ഇൻഫൈനൈറ്റ് ആയിരിക്കണം. ലിമിറ്റ് z ടെൻഡിങ് ടു z0 z മൈനസ് z0 പവർ m ഇൻറ്റു എഫ് ഓഫ് z ഫൈനൈറ്റ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും z0 is the singular point of f which is a singular which is the kind is of pole and its order is m. ഓക്കെ, സോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് പോളിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എഫിന്റെ സിംഗുലർ പോയിന്റ് ആണ് z0, പോൾ ആണെന്നും പറയും. ഇനി ഈ ഒരു ഡെഫിനിഷനോട് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ചില കണ്ടീഷൻസ് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ബിയും സിയും എനോട് ഇക്വലന്റ് ആണ്. അപ്പൊ എക്ക് പകരം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ബി ആണോ സി ആണോ ഏതാണോ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുക ആ ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഇവിടെ പറയുന്ന ഒരു രണ്ട് ഇക്വലന്റ് കണ്ടീഷൻ ആണ്. ഫസ്റ്റ് വൺ, എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു h ഓഫ് z ബൈ z മൈനസ് z0 പവർ m where h of z0 not equal to 0 and h is analytic. അതായത് എഫിനെ നമുക്ക് ഏത് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം? ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ബൈ z മൈനസ് z0 പവർ m എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാം. h ഓഫ് z0 എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. z0 എന്നുള്ള പോയിന്റിൽ സീറോ വരൂല. സോ ഈ ഒരു രൂപത്തിൽ നമുക്ക് ഗിവൺ ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരം ഫംഗ്ഷൻസും എന്താണെന്ന് പറയാം? പോൾ ഓഫ് ഓർഡർ m ആണെന്ന് പറയാം. ഫസ്റ്റ് വണ്ണിന് പകരം നമുക്ക് ഏത് ഉപയോഗിച്ചാലും മതി, സെക്കൻഡ് വൺ ഉപയോഗിച്ചാലും മതി. ഇനി തേർഡ് വൺ, പ്രിൻസിപ്പൽ പാർട്ട് ഹാസ് ഓൺലി finite number of terms. പ്രിൻസിപ്പൽ പാർട്ടിൽ എന്ത് ഉണ്ടാവുള്ളൂ? ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവുള്ളൂ. കണ്ടീഷൻ പറയുന്നത് ലോറൻസ് സീരീസിന്റെ പ്രിൻസിപ്പൽ എഫിന്റെ ലോറൻസ് സീരീസ് z0 അറൗണ്ട് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവില്ല, ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിലും നമ്മൾ പറയും പോൾ ഓഫ് ഓർഡർ m ആണ്. ആൻഡ് പോൾ ഓഫ് ഓർഡർ m ആണെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ട് അത് m ആകുന്ന സമയത്ത് അതിന്റെ പ്രിൻസിപ്പൽ പാർട്ടിൽ mth ടേം നോൺ സീറോ ആയിട്ട് എക്സിസ്റ്റും കൂടി ചെയ്യും. അതായത് 1 ബൈ z മൈനസ് z0ന്റെ പവറുകൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് 1 ബൈ z മൈനസ് z0 പവർ m നോൺ സീറോ കോഎഫിഷ്യന്റും കൂടെ ആയിരിക്കും. അതും കൂടെ ഇതിന്റെ കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രിൻസിപ്പൽ പാർട്ടിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ തന്നെ എന്ത് പറയാൻ പറ്റും? ഗിവൺ ഗിവൺ ഫംഗ്ഷന് സിംഗുലാരിറ്റി പോൾ ആണോ അതോ മറ്റ് ഏതെങ്കിലും ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണോ എന്ന് നോക്കാൻ പറ്റും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എക്സാമ്പിൾ f of z is equal to 1 by z minus 4 the whole square. z is equal to 4 എന്നുള്ള പോയിന്റിലാണ് ഈ ഒരു ഫംഗ്ഷന് പ്രശ്നം കിടക്കുന്നത്. ആ 4 റിമൂവ് ചെയ്താൽ ഫംഗ്ഷൻ എന്താണ്? ടോട്ടലി ഡിഫറൻഷ്യബിൾ ആണ്, അനാലിറ്റിക് ആണ്. സോ
Z is equal to 4 is a isolated singularity. അതായത് deleted neighborhood analytic ആണ്. So Z is equal to 4 is a isolated singularity of F. F ന്റെ isolated singularity ആണ് 4. ഇനി അത് ഏത് കാറ്റഗറി ആണെന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ ഫസ്റ്റത്തെ നമ്മൾ നോക്കുക. ലിമിറ്റ് z ടെൻഡിങ് ടു z നോട്ട് f ഓഫ് z ഇൻഫൈനൈറ്റ് ആയിരിക്കണം. ലിമിറ്റ് z ടെൻഡിങ് ടു z നോട്ട് z മൈനസ് z നോട്ട് പവർ m ഇൻറ്റു f ഓഫ് z ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും വേണം. അതിവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് z ടെൻഡിങ് ടു ലിമിറ്റ് z ടെൻഡിങ് ടു 4 1 ബൈ z മൈനസ് ദ ഹോൾ സ്ക്വയർ ഇൻഫൈനൈറ്റ് ആണ്, കോമ ലിമിറ്റ് z ടെൻഡിങ് ടു 4 z മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 ബൈ z മൈനസ് ദ ഹോൾ സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ 1 വരും. എക്സ് ഇസ് ഫൈനൈറ്റ്ലി. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് പ്രകാരം നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാം? 1 ബൈ z മൈനസ് 4 ദ ഹോൾ സ്ക്വയറിൽ z ഈസ് ഇക്വൽ ടു 4 എന്നുള്ളത് പോളാണ്, പോൾ ഓഫ് ഓർഡർ 2 ആണെന്ന് പറയാം ഫസ്റ്റ് ടെസ്റ്റ് പ്രകാരം. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് പോൾ ആണെങ്കിൽ എന്ത് വേണം? h of z by z minus z naught power m in m where h is an analytic function h of z naught not equal to 0. ഈ ഒരു ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. നമുക്ക് തന്ന ഫംഗ്ഷൻ ആരാ? 1 by z minus 4 the whole square. ഇതിൽ h ആയിട്ട് ആരെ ചൂസ് ചെയ്താൽ മതി? 1 ചൂസ് ചെയ്താൽ മതി. സോ സെക്കൻഡ് ഫോം ഈസ് ഇൻ ദ ഗിവൺ ഫോം. നമുക്കുള്ള ഫോം തന്നെയാണ്. ന്യൂമറേറ്ററിൽ ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആണ് വിച്ച് ഈസ് നോൺ സീറോ അറ്റ് z is equal to 4. 1 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. ആൻഡ് 1 by z minus 4 the whole square. ഈ ഒരു രൂപത്തിലാണ്. ഇനി തേർഡ് കണ്ടീഷൻ 1 by z minus 4 the whole squareന്റെ സീരീസ് എക്സ്പാൻഷൻ ലോറൻസ് സീരീസ് ആരെന്നെ വരുന്നത്? ജസ്റ്റ് ഈ ഒരു ടേം തന്നെ എടുത്താൽ മതി. അതായത് z minus 4ന്റെ പവറുകളാക്കിയിട്ടാണല്ലോ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ലോറൻസ് സീരീസ് എടുക്കുന്ന സമയത്ത് സീരീസിലേക്ക് ആണെങ്കിൽ 1 by z minus ഇതിനെ തിരിച്ചിട്ടൊക്കെ നമുക്ക് ലോറൻസ് സീരീസ് എഴുതാം. അതൊന്നും പറയാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് പറയാം? പ്രിൻസിപ്പൽ പാർട്ടിൽ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് 1 by z minus 4 the whole square ബാക്കിയുള്ളതൊക്കെ 0 കൊണ്ടിട്ട് കൊടുക്കുക. അപ്പൊ ഇതിൽ പ്രിൻസിപ്പൽ പാർട്ടിൽ ആരേ ഉള്ളൂ? ഒരു ടേമേ ഉള്ളൂ. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് പ്രിൻസിപ്പൽ പാർട്ടിൽ വരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. റെഗുലർ പാർട്ടിൽ ടേംസുകളൊന്നും വരുന്നില്ല എന്നുള്ളതും പറയാം. അപ്പോൾ 1 by z minus 4 the whole square ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ്. സോ ലോറൻസ് സീരീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സി എന്നുള്ള ഫംഗ്ഷന് പോളാണ്, പോൾ ഓഫ് ഓർഡർ 2 ആണെന്ന് പറയാം. ഇനി എയും ബിയും ഒക്കെ പറയുന്നതിന് പകരം ഈ ഒരു കേസിൽ നമുക്ക് പോൾ ഓഫ് ഓർഡർ എം എന്ന് പറയാൻ ബി എന്നുള്ള കേസ് h of z by z minus z naught from m h of z naught is equal to non zero and h is analytic എന്നുള്ള രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റിനെ നമ്മൾ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തു. ഒന്ന് പോള്, ഫസ്റ്റ് വൺ റിമൂവബിൾ സിംഗുലാരിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് പോൾ. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ ടേം തന്നെയാണ് എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സൈൻ സെഡ് ബൈ സെഡ് എന്നുള്ളത്. 3 ടേമിൽ ലോറൻസ് സീരീസിന്റെ ടേമിലും അതേപോലെ ബാക്കിയുടെ ലിമിറ്റിന്റെ ടേമിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സൈൻ സെഡ് ബൈ സെഡ് എന്നുള്ളത് സെഡ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് ഒരു സിംഗുലർ പോയിന്റ് ആണ്. ആൻഡ് സിംഗുലാരിറ്റി എന്നുള്ളത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്നുള്ളത് പറഞ്ഞു. ഇനി ബാക്കിയുള്ളതൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇ റേസ് ടു 1 by z. ഇ റേസ് ടു 1 by z ൽ z ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി ആണ്. ഐസൊലേറ്റഡിൽ എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണ് വരുന്നത്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം, സൈൻ ഓഫ് 1 by z. നമ്മൾ സൈൻ സെഡിന്റെ എക്സ്പാൻഷൻ പറഞ്ഞു. സൈൻ സെഡിന്റെ എക്സ്പാൻഷൻ z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പൊ സൈൻ ഓഫ് 1 by z വരുമ്പോൾ ഇവിടെ എന്തായിട്ട് മാറും? സൈൻ ഓഫ് 1 by z 1 by z മൈനസ് 1 by z ക്യൂബ് ഇൻറ്റു 3 ഫാക്ടോറിയൽ പ്ലസ് 1 by z പവർ 5 ഇൻറ്റു 5 ഫാക്ടോറിയൽ ഈ ഒരു രൂപത്തിൽ വരും. അപ്പൊ ഇതിൽ ലോറൻസ് സീരീസിൽ എന്താണ്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടായതുകൊണ്ട് ഇത് ഐസൊലേറ്റഡ് എസെൻഷ്യൽ സിംഗുലാരിറ്റി ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത് സൈൻ സെഡ് ബൈ z പ്ലസ് 1 ആണ്. സൈൻ സെഡ് ബൈ z പ്ലസ് 1.
ഇവിടെ z is equal to -1 ആണ് പ്രശ്നക്കാരൻ. z is equal to 0 പ്രശ്നക്കാരനെ അല്ല, z is equal to -1 ആണ് പ്രശ്നക്കാരൻ. z is equal to -1 താഴെയുള്ള ഫംഗ്ഷൻ ആണ് പ്രശ്നം വരുന്നത്. മുകളിലുള്ള ഫംഗ്ഷൻ sin z എന്നുള്ളത് z is equal to -1 അനാലിറ്റിക് ആണ്. സോ പോള് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു h of z by z minus z0 പവർ m എന്നുള്ള രൂപത്തിൽ എഴുതാമെന്ന്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്ത് വരും? പോളാണ്, പോൾ ഓഫ് ഓർഡർ z+1ന്റെ സ്ക്വയർ, സോറി z+1ന്റെ പവർ വരുന്നത് 1 ആണ്. സോ പോൾ ഓഫ് ഓർഡർ 1 ആൻഡ് പോൾ അറ്റ് z is equal to -1 which is of order 1. അപ്പൊ ബാക്കി ഓപ്ഷൻസിന്റെ സിംഗുലാരിറ്റി ഇതാണെന്നും കൂടി പറയാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഡയറക്റ്റ് എക്സാമ്പിൾ ആണ് sin z by z, ഓപ്ഷൻ സി. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് പാർട്ട് എന്ന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഹാസ് എ റിമൂവബിൾ സിംഗുലാരിറ്റി അറ്റ് z is equal to 0? z is equal to 0 എന്നുള്ള പോയിന്റിൽ റിമൂവബിൾ സിംഗുലാരിറ്റി ഏത് ഫംഗ്ഷൻ ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് പറയുന്നത്, ഫസ്റ്റ് e raised to 1 by z, സെക്കൻഡ് വൺ sin of 1 by z, തേർഡ് വൺ sin z by z, and last one sin z by z plus 1.